നിത്യതയോളവും എന്നെ നടത്തുവാൻ ശക്തനാം നാഥ. എന്നാദിയന്തവും അറിയുന്നവൻ നീ, തിരുഹിതം തന്നെ എന്നാശയും മേലിൽ, എന്നിഷ്ടം ഒന്നും വേണ്ട. റെഫ്രിജറേറ്ററിനും മറ്റും ഇല്ലാതിരുന്ന സമയത്തെല്ലാം നമ്മൾ മീനും മറ്റും ചീഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും എന്താ ഉപയോഗിച്ചിരുന്നത്? അത് ഉപ്പിനകത്ത് പൊതിഞ്ഞു വെക്കുകയായിരുന്നു. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് അതിന്റെ പ്രഥമമായ, പ്രത്യേകിച്ച് യേശുവിന്റെ കാലയളവിൽ ഉപ്പിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രിസർവിംഗ് ക്വാളിറ്റിയാണ്. മീനും മറ്റും ചീഞ്ഞു പോകാതെ. എന്തുകൊണ്ടാണ് മീൻ ചീഞ്ഞു പോകുന്നത്? മീൻ ചീഞ്ഞു പോകാനുള്ള കാര്യം എന്താ? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ലൈഫ്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ശരിക്കും മീൻ ചീഞ്ഞു പോകാനുള്ള ആദ്യത്തെ കാരണം എന്താണ്? ജീവനുള്ള മീൻ എന്ത് ചെയ്യുന്നില്ല? ചീഞ്ഞു പോകുന്നില്ല. ജീവൻ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ചീയൽ ഉണ്ടാകുന്നത്. സൊസൈറ്റിയുടെയും പ്രശ്നം ഇതാണ്. സമൂഹത്തിന്റെ ഇന്നത്തെ പ്രശ്നം അതിന്റെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് എന്തില്ല? ദൈവികമായ ജീവനില്ല. ദൈവികമായ ജീവനില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? നാച്ചുറലി ചീഞ്ഞു പോവുകയാണ്, വഷളായി പോവുകയാണ്, ദൈവത്തെ അന്വേഷിക്കാത്തവരായി പോവുകയാണ്, ദൈവനിഷേധികളായി പോവുകയാണ്, കള്ളത്തരം കാണിക്കുന്നവരായി പോവുകയാണ്, കൈക്കൂലിക്കാരായി തീരുകയാണ്, അല്ലെങ്കിൽ ഓൾ കൈൻഡ് ഓഫ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരായി തീരുകയാണ്. എല്ലാ രീതിയിലും ഇന്ന് സൊസൈറ്റിയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? വല്ലാത്ത ചീയൽ സംഭവിച്ചിരിക്കുന്നതാ നമ്മൾ കാണുന്നത്. വല്ലാത്ത ചീയൽ. ആ ചീയൽ സംഭവിച്ചിരിക്കുന്നതായ ഈ ലോകത്തിലേക്ക് ദൈവിക ജീവനുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തുണ്ട്? ഹി ഹാസ് ലൈഫ്. ലോകത്തിന് എന്തില്ല? ദൈവിക ജീവൻ ഇല്ല. ദൈവിക ജീവൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആരുമായിക്കോട്ടെ, ഓഫ് കോഴ്സ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ വെളിച്ചത്തെ ഉപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നോർമലി ഞാനിതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഇറ്റ്സ് ഈസ് അബൌട്ട്, നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഫങ്ഷൻ ആസ് എ സോൾട്ട്. ഇത് ശരിക്കും നമ്മളുടെ പ്രൊഫഷനും ഒക്കെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഉപ്പ് എന്ന് പറയുന്നതും വെളിച്ചം എന്ന് പറയുന്നതും നമ്മുടെ രണ്ട് ഫങ്ഷൻസ് ഞാൻ പലപ്പോഴും ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സമയം അനുസരിച്ച് ചിലപ്പോൾ പറയാം പറ്റുമെങ്കിൽ. അതായത് ഇറ്റ് ഈസ് യുവർ ലൈഫ്. എന്നാൽ വെളിച്ചം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് യുവർ പ്രൊക്ലമേഷൻ. വെളിച്ചം നമുക്കെപ്പോഴും എന്താണ്? വഴി കാണിക്കുകയാണ്, സംസാരിക്കുകയാണ്, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഉപ്പിന്റെ കാര്യം അങ്ങനെയല്ല. ഉപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് യുവർ പ്രൊഫഷൻ. വാട്ട് യു ആർ ഡൂയിങ് ബേസിക്കലി, വാട്ട് ഈസ് യുവർ ലൈഫ്. ഇറ്റ് ഈസ് ആൻ ഇൻകാർണേഷണൽ മിനിസ്ട്രി. സംടൈംസ് ഐ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. അത് ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടി പറയല്ല. ജീവിതം കൊണ്ട് തന്നെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. പ്രഘോഷണം കൊണ്ട് ചെയ്ത് തീർക്കേണ്ടതായ ശുശ്രൂഷയുണ്ട്. ജീവിതം കൊണ്ട് ചെയ്യേണ്ട ശുശ്രൂഷ നമ്മളുടെ പ്രൊഫഷനിലെ തന്നെ ഒരു ഭാഗമാണ്. ഗാഡ് ഹാസ് മെയ്ഡ് യു ആസ് ആൻ എഞ്ചിനീയർ ഓർ എ നേഴ്സ് ഓർ എ ബിസിനസ് പേഴ്സൺ ഓർ, എല്ലാവരും ഇവാഞ്ചലിസ്റ്റുകളൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും ജോലി, ഓരോ ജോലിയും ആര് കൊടുക്കുന്നത് തന്നെയാണ്? ഇറ്റ് ഈസ് ഗാഡ്. അതിന് സംശയമൊന്നും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ചിലപ്പോൾ ആളുകൾ പറയാനുണ്ട്, ദൈവദാസന്മാരൊക്കെ ഇവിടെ വന്നിരുന്നാട്ടെന്ന്. ബാക്കിയുള്ള സാത്താന്റെ ദാസന്മാരാണോ? എല്ലാവരും ദൈവദാസന്മാരാ. അല്ലാതെ എന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? സുവിശേഷ വേല ചെയ്യുന്നവർ മാത്രമാണ് ദൈവത്തിന്റെ ദാസന്മാർ. ഇതുകൊണ്ട് നിങ്ങൾ ആരുടെ ദാസന്മാരാ? അത് തെറ്റായ ഒരു ധാരണയാണ്. എല്ലാവരും ആരുടെ ദാസൻ തന്നെയാണ്? ദൈവത്തിന്റെ ദാസനാണ്. കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ദൈവത്തിന്റെ വേലയാണ്. ഒരു സൊസൈറ്റിയിൽ ഒരാൾ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ ബാങ്കറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരാൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. കാര്യം ഇതെല്ലാം സമൂഹത്തിന് ആവശ്യമുള്ളതായതുകൊണ്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ പ്രതിനിധീകരിച്ച് അത് ചെയ്യാൻ ദൈവം നിങ്ങളെ എവിടെ ആക്കിയിരിക്കുകയാണ്. യു ആർ എൻ അംബാസിഡർ ഫോർ ക്രൈസ്റ്റ് വേർ എവർ യു ആർ. നിങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാകുന്നു. എവിടെ? എല്ലായിടത്തും. നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ. ആ സ്ഥലത്ത് യേശുവിന് എന്ത് ചെയ്യണോ അത് ചെയ്യാനാ. ഒരു സ്ഥാനാപതി എപ്പോഴും ചെയ്യുന്നത് എന്താണ്? സ്ഥാനാപതി ചെയ്യുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ അംബാസിഡർ ചെയ്യുന്നത് എന്താണ്? ഇഫ് ഐ എം എൻ അംബാസിഡർ ഫോർ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് ഇന്ത്യനെ വിടുകയാണെങ്കിൽ ഇന്ത്യക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ടോ അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നെ ഒരാൾ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ അയാളുടെ സ്ഥാനാപതിയാണ്, അയാളുടെ അംബാസിഡറാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ പോയിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ ഏത് ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് ഓഫീസിലാണെങ്കിലും, നിങ്ങളൊരു മാർക്കറ്റിലാണെങ്കിൽ, നിങ്ങൾ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓർ നിങ്ങൾ അടുക്കള വേലയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, എനിത്തിങ്, വേറൊരാളുടെ വീട്ടിൽ പണിയെടുക്കാൻ പോവുകയാണെങ്കിൽ, എന്തും ആയിക്കോട്ടെ,
യേശുവിന് അവിടെ എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യാനാണ് നിങ്ങളെ വിട്ടിരിക്കുന്നത്. ബിക്കോസ് യു റെപ്രസെന്റ് ജീസസ്. യേശു ചെയ്യുമായിരുന്ന ജോലി മാത്രമേ നമ്മൾ ചെയ്യുകയും ചെയ്യാവൂ. യേശു ചെയ്യത്തില്ലാതിരുന്ന ഒരു ജോലിയും നിങ്ങൾ ബിസിനസ്സിലും ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ജോലിയിലും ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിലും. ബിക്കോസ് വി റെപ്രസെന്റ് ക്രൈസ്റ്റ്. അവിടെയാണ് ഈ ഉപ്പിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. അവിടെയാണ് പ്രിസർവിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം ലോകം നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഓഫീസിലെ മറ്റാളുകളൊന്നും യേശുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല. അവൻ എന്തും ചെയ്യാം. അവനിൽ ദൈവിക ജീവനില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാച്ചുറലി അവൻ ദൈവിക ജീവനില്ലാത്തതുകൊണ്ട് ചീഞ്ഞു പോയിരിക്കുകയാണ്. അവൻ കൈക്കൂലിക്കാരനായി പോയിരിക്കുകയാണ്. അവൻ കള്ളത്തരം പറയുന്നവനായി പോയിരിക്കുകയാണ്. അവൻ കള്ളത്തരം കാണിക്കുന്നവനായി പോയി. അവന് ലാഭം മാത്രമേ മനസ്സിലുള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവത്തെയും ഭയമില്ല, മനുഷ്യനെയും ഭയമില്ല. ബിക്കോസ് ഹി ലോസ്റ്റ് the heavenly life or godly life. He doesn't have the life of Jesus. So he can do anything. അല്ല, അവനത് ചെയ്തു പോകും. അവൻ ജീവനില്ലാത്തവൻ അങ്ങനെ പറ്റുള്ളൂ. അവൻ ചീഞ്ഞു പോകും. ജീവൻ ഉണ്ടെങ്കിലേ ചെയ്യാതിരിക്കത്തുള്ളൂ. നമ്മളാണെങ്കിലും ജീവനുള്ളതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മോർച്ചറി വെച്ചില്ലെങ്കിൽ 2 ദിവസം ഇരിക്കാൻ പറ്റുമോ? ഇല്ല. why we are walking like this? നമ്മൾ ചീഞ്ഞു പോകാത്തതിന്റെ കാര്യം എന്താ? നമ്മൾ ലൈഫ് ഉള്ളതുകൊണ്ടാണ്. It's because we have life. അവർ കള്ളന്മാരാണ്, അവന്മാരെല്ലാം കള്ളന്മാരെ ബ്രദറെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. കാര്യം അവനിൽ എന്തില്ല? ദൈവിക ജീവൻ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ദൈവം നിങ്ങളെ നിങ്ങളുടെ ഓഫീസിലാക്കിയിരിക്കുകയാണ്, നിങ്ങളുടെ ബിസിനസ് പ്ലേസിലാക്കിയിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലാക്കിയിരിക്കുകയാണ്, നിങ്ങളെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തെ പ്രതിനിധീകരിക്കാൻ. അതാ ശരിക്കും പറഞ്ഞ അനുഗ്രഹം. അബ്രഹാമിനൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹം അതാണ്. നീ എങ്ങോട്ടും പൊക്കോ, ഭൂമിയിലെ സകല വംശങ്ങളുടെ ഇടയ്ക്കേക്കും എല്ലാം പൊക്കോ. നീ എന്താണ്? യു ആർ എ ബ്ലെസ്സിംഗ്. വൈ? ബിക്കോസ് യു ഹാവ് ലൈഫ്. യു റെപ്രസെന്റ് മീ. നീ എന്നെ പ്രതിനിധീകരിക്കുന്നുണ്ട്, നിനക്ക് ജീവനുണ്ട്, നീ ചെല്ല. ഇതാണ് വാസ്തവത്തിൽ ഉപ്പിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം. 1, അത് രുചി വരുത്തുന്നതാണ്. 2, എന്ത്? പ്രിസർവ് ചെയ്യുന്നതാണ്. ശിഷ്യൻ എപ്പോഴും സമൂഹത്തിലേക്ക്, ചീഞ്ഞു പോയിരിക്കുന്ന സമൂഹത്തിലേക്ക്, നിങ്ങളുടെ ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്കൂളിലേക്ക്, നിങ്ങളുടെ കോളേജിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്, ഇഫ് യു ആർ എ നേഴ്സ് ഓർ എ ഡോക്ടർ, ഒരു പക്ഷേ മറ്റൊരാൾ, നോർമലി ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. എല്ലാവരും ഇന്ന് ബേസിക്കലി പണമല്ലാതെ വേറെ ഒന്നും ഒരാളുടെ മനസ്സിൽ ഇല്ല. അതുകൊണ്ട് അവരുടെ പ്രിൻസിപ്പിൾസ് വേറെയാണ്, അവരുടെ ലക്ഷ്യം വേറെയാണ്, അവരുടെ വാല്യൂ സിസ്റ്റം വേറെയാണ്. പക്ഷെ നിങ്ങളുടെ വാല്യൂ സിസ്റ്റം അതല്ല. കാരണം നിങ്ങളിൽ എന്തുണ്ട്? ദൈവികമായ ജീവനുണ്ട്. അതുകൊണ്ട് ആ ജീവനും കൊണ്ട് ജീവനില്ലാതെ ചീഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉപ്പ് എന്നതുപോലെ നിങ്ങളുടെ ബ്ലെസ്സിങ് പകർന്നു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ ചീഞ്ഞ ലോകത്തിലേക്ക്, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ഇപ്പൊ അബ്രഹാമിനോട് പറയുന്നത് അതാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. ഒരു കാര്യം മനസ്സിലാക്കണം, ഭൂമിയിലെ സകല വംശങ്ങളും ആ സമയത്ത് ശാപത്തിന് കീഴിലാണ്. ആ ശപിക്കപ്പെട്ട ലോകത്തിലേക്ക് ആ ദൈവം എന്ത് ചെയ്യുന്നത്? അബ്രഹാമിനെ പറഞ്ഞു വിടുന്നത് എന്തിനു വേണ്ടി? അനുഗ്രഹമാകാൻ വേണ്ടി. ദൈവം ഇതേപോലെ തന്നെ ഇന്ന് ദൈവിക ജീവൻ പ്രാപിച്ച നമ്മെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്യുന്നു? He is sending us to a world which is already corrupt. നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കറപ്റ്റായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കർത്താവ് എന്നെ പറഞ്ഞു വിടുകയാണ്. നീ ചെല്ല്, നീ അവിടെ ഉപ്പായിട്ട് പ്രവർത്തിക്കുക. സോ ഉപ്പിന്റെ ഫങ്ഷൻസ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് രുചി വരുത്തുന്നതാണ്. 2, അത് പ്രിസർവ് ചെയ്യുന്നതാണ്. 3 പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്, വൃക്ഷങ്ങൾക്ക് വളമായിട്ട് കൊടുക്കുന്നുണ്ട്. വളമിടുക എന്നൊക്കെ പണ്ട് ഉപ്പാണ്, നമ്മൾ തെങ്ങിനൊക്കെ പലപ്പോഴും എന്തില്ല ഉപ്പ്. ഇപ്പൊ അതൊന്ന് ഇടണോ, ഇപ്പോഴത്തെ കൃഷിയിൽ അതൊക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഉപ്പിന്റെ ഒരു പ്രത്യേകമായ ഒരു ഫംഗ്ഷനായിട്ടാണ് പണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അതിന്റെ ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അത് നിലത്തിനും വളത്തിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളമായിട്ടും അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിന്റെ ഉപ്പിന്റെ കാരം അല്ലെങ്കിൽ വാട്ട് യു സേ, ഉപ്പിന്റെ ആ സോൾട്ടിനെസ്, ആ ഉപ്പ്, അതിനകത്തെ അതിന്റെ ലൈഫ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉപ്പ് വാസ്തവത്തില് മണ്ണിലുള്ള സ്വാഭാവികമായ വളത്തെ വലിച്ചെടുത്ത് ഇതിന്റെ വൃക്ഷത്തിന് കൊടുക്കുകയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ഒരു ചീഞ്ഞ സമൂഹത്തിലായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ചർച്ചിലായിരിക്കാം, എവിടെയും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, ദൈവത്തിന് എല്ലാ മനുഷ്യരെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, എല്ലാ മനുഷ്യരെ കുറിച്ച് ഒരു പ്ലാനുണ്ട്. ഒരു വൃക്ഷത്തിന് ആവശ്യമായ വളം ഒരു പരിധി വരെ അതിന്റെ മണ്ണിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതുപോലെ വളം നമ്മൾ ഇടുമ്പോഴത്തേക്ക് ശരിക്കും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിനെ അതിനകത്തുനിന്ന് എക്സ്ട്രാക്ട് ചെയ്യാണ്. അതിനകത്ത്
മരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ദൈവം ഈ സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തിയെക്കുറിച്ചും എന്താഗ്രഹിക്കുന്നുണ്ടോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും ദൈവം ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഉപ്പ് എന്ത് ചെയ്യുന്നു? അതിനെ ഈ വൃക്ഷം ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദൈവിക പദ്ധതിയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ജോലിയാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ വ്യക്തിയെയും കാണുമ്പോൾ അവനിലുള്ള ദൈവപ്രവൃത്തി എന്താണ് ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുള്ളത് മനസ്സിലാക്കി അവന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുചെന്ന അവന്റെ അതാണ് ഉപ്പിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഉപ്പിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിലും പഴയ കാലത്തെ റിലിജിയൻസിലും എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ എല്ലാ യാഗങ്ങളിലും ഉപ്പ് ഒരു പ്രധാന നിയമമായിരുന്നു, ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു. ലെവിയ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഭോജനയാഗത്തിൽ ഒക്കെയും ഉപ്പ് ചേർക്കണം, നിന്റെ ദൈവത്തിന്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതെ ഇരിക്കരുത്, എല്ലാ വഴിപാടിലും ഉപ്പ് ചേർക്കണം. എന്നിട്ട് അതിനോട് ചേർന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ലവണ നിയമം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ലവണ നിയമമായിരിക്കണം. ലവണ നിയമം. ഇറ്റ് സെയ്സ് അബൌട്ട് എ കവനന്റ്. ഒരു കവനന്റ് എന്ന നിലയിലാണ് അതിനെ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തെറ്റിക്കൂടാത്ത ഒരു ഉടമ്പടിയുടെ ഒരു പശ്ചാത്തലമാണ് നമ്മളവിടെ കാണുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്, ഒരു ലവണ നിയമം. സോ ഉപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. സോ ഉപ്പ് രുചി വരുത്തുന്നതാണ്, പ്രിസർവ് ചെയ്യുന്നതാണ്, വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ അർപ്പണത്തിന്റെ എല്ലാം ഭാഗമായിട്ട് വി ആർ ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് ഇൻ ഓൾ ദ മാറ്റേഴ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഗാഡ്. ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്നതായ എല്ലാ യാഗത്തിനും എന്തുണ്ടേ പറ്റുള്ളൂ. ഇതേപോലെ ആരാധനയുടെ ദൈവത്തിന് അർപ്പിക്കുന്നതിന്റെ ഒരു ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇനി ഉപ്പിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഉപ്പിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിയണം. ഉപ്പിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ ഒന്നാമത് പറയാൻ കഴിയുന്നൊരു കാര്യം, ഞാൻ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഉപ്പിന് ഒറ്റയ്ക്ക് കഴിയാനല്ല, ഇടപഴകുവാനാണ് അതിന്റെ കോളിംഗ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ ഉപ്പായിട്ടും കറി കറിയായിട്ടും മത്സ്യവും മാംസവും മത്സ്യവുമായിട്ടും ഇരുന്ന് കഴിഞ്ഞാൽ ഉപ്പിന് വല്ല ഫംഗ്ഷനും ഉണ്ടോ? ഇല്ല. ഉപ്പിന്റെ കോളിംഗ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കഴിയാനല്ല, ഇടപഴകുവാനാണ്. ദാറ്റ് ഈസ് അവർ കോളിംഗ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ കോളിംഗ് എന്ന് പറയുന്നത് നോർമലി എവിടെയെങ്കിലും ഹിമാലയത്തിൽ പോയിരുന്ന് തപസ് ചെയ്യാനുള്ളതല്ല. God wants you to involve in this society. ഈ സമൂഹത്തിൽ, ഈ ലോകത്തിൽ ഇൻവോൾവ്മെന്റ് നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് എന്താണ്? അത് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അതൊരിക്കലും ഒറ്റയ്ക്ക് കഴിയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. യേശു കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് സ്വർഗത്തിലിരുന്നല്ല. നിങ്ങൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് സ്വർഗത്തിലിരുന്ന് അങ്ങ് കൽപ്പിക്കുകയല്ലായിരുന്നല്ലോ. ആണോ? അല്ല. ഹി വാസ് കമ്മിങ് ഡൗൺ. ഇന്നിപ്പോ പല ആളുകൾക്കും ദൂരെ ഇരുന്ന് കൽപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ഇങ്ങനെ ഓടി നടന്ന് സുവിശേഷ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബ്രദറെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, വിശ്വാസത്തിന്റെ മാർഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാവരും വന്നോളും, നമ്മൾ പോവുകയൊന്നും വേണ്ട. ഈവൻ ഒരു വലിയ ഒരു പ്രീച്ചറിന്റെ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് ഓരോ വീടിന്റെയും വാതിൽ കയറി ഇറങ്ങി തട്ടാനും മുട്ടാനും അവരോട് പോയി സുവിശേഷം അറിയിക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കതിന് സമയമില്ല, ഞാൻ വിശ്വാസത്തിന്റെ മാർഗം ഉപയോഗിക്കുന്നു. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് കർത്താവിന് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ പോലായിരുന്നു. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് സ്വർഗത്തിലിരുന്ന് കൽപ്പന കൊടുക്കുകയല്ലായിരുന്നു. എന്നെ വീണ്ടെടുക്കാൻ കർത്താവ് എന്ത് ചെയ്യായിരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെയെങ്കിൽ മാറി നിന്നുകൊണ്ട് ഉപ്പാകാനല്ല, ഇറങ്ങിച്ചെന്ന് ഇൻവോൾവ് ചെയ്ത് ദൈവത്തിന്റെ, യേശുവിന്റെ പ്രതിനിധിയാകുവാനാണ് കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. സോ ഉപ്പിന്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഉപ്പിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത അതിന്റെ കോളിംഗ് ഒറ്റയ്ക്ക് കഴിയാനല്ല, പ്രത്യേകത എന്താണ്? ഇടപഴകുവാനാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഉപ്പ് അതിന്റെ സ്വാധീനം ഏകപക്ഷീയമായ ഒരു സ്വാധീനമാണ്. വൺ വേ ഇൻഫ്ലുവൻസ് ആണ് ഉപ്പിൻ്റെത്. നമ്മൾ കറിക്കകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ
ഉപ്പിന് കറിയുടെ രുചി വരികയല്ല, കറിക്ക് ഉപ്പ് വരികയാണ് ചെയ്യുന്നത്. കാര്യം ഇൻഫ്ലുവൻസ് ഏകപക്ഷീയമാണ്. യേശു കർത്താവ് നമ്മളെ, ഒരു ശിഷ്യനെ ഉപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇൻഫ്ലുവൻസ് ലോകത്തിനാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്കല്ല ഉണ്ടാകേണ്ടത്. ഏകപക്ഷീയമാണ്. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, ആ ഓഫീസിൽ നമ്മൾ ഓഫീസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അല്ലാതെ ഓഫീസ് എന്നെയല്ല ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്നു, ഹോസ്റ്റലിൽ താമസിക്കും, എന്തും ആയിക്കോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ പഠിക്കുന്ന പിള്ളേര് യേശുവേ എൻ പ്രാണനായക എന്നൊക്കെ വീട്ടിൽ പോയി പാടണം. അല്ലാതെ നമ്മുടെ പിള്ളേർ വന്ന് സിനിമാ പാട്ട് പാടുന്നതല്ല. ഇപ്പൊ തിരിച്ചാ സംഭവിക്കുന്നത്. എന്താ, ഓരോന്ന് പറയുമ്പോഴെല്ലാം പറയും, അതെ അവള് സ്കൂളിൽ നിന്ന് പഠിച്ചതാ. ഇതന്നെ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. സ്കൂളിൽ നിന്ന് ഇത് പഠിക്കാനല്ലല്ലോ അങ്ങോട്ട് വിട്ടത്. എന്തിനാ അങ്ങോട്ട് വിട്ടത്? നമ്മളുടെ ഇൻഫ്ലുവൻസ് ആരിലുണ്ടാകണം? കൂടെ പഠിക്കുന്നവരിലുണ്ടാകണം. അതാണ് ഉപ്പിന്റെ പ്രത്യേകത. കറിക്ക് ഉപ്പുണ്ടാവുകയാണ്, അല്ലാതെ ഉപ്പിന് കറി ഉണ്ടാവുകയല്ല. ഇൻഫ്ലുവൻസ് എപ്പോഴും ഏകപക്ഷീയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടുകൾ അത് മറ്റുള്ളവരെ കേട്ട് പഠിക്കത്തക്ക നിലയിൽ പോയി പഠിപ്പിക്കാനൊന്നും നോക്കണ്ട, അല്ലാതെ തന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. നമ്മുടെ വാക്കുകളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. ഓഫീസിലുള്ള ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ, നന്നാകുന്ന കൂട്ടത്തിൽ നമ്മൾ അടുത്തിരിക്കുന്ന അരവിന്ദാക്ഷ മേനോൻ കർത്താവേ സ്തോത്രം എന്ന് പറയുമോ? അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻഫ്ലുവൻസ് അയാളിലേക്ക് ഉണ്ടാകുന്നത്. എന്റെ ഇൻഫ്ലുവൻസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരിലേക്ക് പകർന്നു കൊടുക്കുകയല്ലാതെ, ഓഫീസിൽ ബോസ് ചീത്ത വിളിച്ചത് ഞാൻ പോയി ഭാര്യയെ വിളിക്കുന്നതല്ല, ബോസ് എന്നെ വിളിച്ച വാക്കുകൾ പോയി എന്റെ ഭാര്യയെ വിളിക്കുന്നതല്ല. ശരിക്കും എന്ത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്? ഉപ്പിന്റെ പ്രത്യേകത ഏതാണ്? എപ്പോഴും ഇൻഫ്ലുവൻസ് ഏകപക്ഷീയമാണ്. ഇനി ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉപ്പ് എപ്പോഴും കൊടുക്കുകയാണ്, അല്ലാതെ ഉപ്പ് വാങ്ങിക്കുകയല്ല. നിത്യതയോളവും എന്നെ നടത്തുവാൻ ശക്തനാം നാഥ, എന്നാദിയന്തവും അറിയുന്നവൻ നീ, തിരുഹിതം തന്നെ എന്നാശയും മേലിൽ, എന്നിഷ്ടം ഒന്നും വേണ്ട. തിരുഹിതം തന്നെ എന്നാശയും മേലിൽ, എന്നിഷ്ടം ഒന്നും വേണ്ട. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതന്ത്യം വരെ. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതന്ത്യം വരെ. മാധുര്യമേറിടും ദിവ്യ പ്രമാണങ്ങൾ എൻ ഹൃദയിൽ, ധാന്യവും വീഞ്ഞിലും ശ്രേഷ്ഠതയേറിടും സീമയറ്റാനന്ദം തന്നതിനാൽ എന്നുള്ളം മോദിക്കുന്നേ. സീമയറ്റാനന്ദം തന്നതിനാൽ എന്നുള്ളം മോദിക്കുന്നേ. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതന്ത്യം വരെ. പാലിക്കണേ നിൻ കൃപയിൽ, കാത്തിടണേ കുറ്റം കൂടാതെ